ഹായ് സ്റ്റുഡൻസ്, ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഔട്ട്ലെയർ ഡിറ്റക്ഷൻ എന്ന ടോപ്പിക്കിനെ കുറിച്ചാണ്. അപ്പോൾ നമ്മൾ പലതരത്തിലുള്ള ഔട്ട്ലെയർസിനെ പറ്റി കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തല്ലേ. ഇനി ഔട്ട്ലെയർ ഡിറ്റക്ഷനെ പറ്റി ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഈ ഔട്ട്ലെയർ ഡിറ്റക്ഷൻ നമുക്ക് രണ്ട് രീതിയിൽ കാറ്റഗറൈസ് ചെയ്യാം. യൂസർ ലേബിൾഡ് എക്സാമ്പിൾസ് ഓഫ് ഔട്ട്ലെയർസിൻ്റെ ബേസിസിൽ, അല്ലെങ്കിൽ അസംഷൻ അബൌട്ട് നോർമൽ ഡേറ്റ ആൻഡ് ഔട്ട്ലെയർസിൻ്റെ ബേസിസിൽ. അപ്പോൾ യൂസർ ലേബിൾഡ് എക്സാമ്പിൾസ് ഓഫ് ഔട്ട്ലെയർസിൻ്റെ ബേസിലാണെങ്കിൽ നമുക്ക് അതിനെ സൂപ്പർവൈസ്ഡ് ഔട്ട്ലെയർ ഡിറ്റക്ഷൻ, സെമി സൂപ്പർവൈസ്ഡ് ഔട്ട്ലെയർ ഡിറ്റക്ഷൻ, അൺസൂപ്പർവൈസ്ഡ് മെത്തേഡ്സ് എന്നിങ്ങനെ മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഇനി അസംഷൻസ് അബൌട്ട് നോർമൽ ഡേറ്റ ആൻഡ് ഔട്ട്ലെയർസിൻ്റെ ബേസിസിലാണെങ്കിൽ സ്റ്റാറ്റിസ്റ്റിക്കൽ, പ്രോക്സിമിറ്റി ബേസ്ഡ് ആൻഡ് ക്ലസ്റ്ററിംഗ് ബേസ്ഡ് ഔട്ട്ലെയർ ഡിറ്റക്ഷൻ മെത്തേഡ്സിൻ്റെ രൂപത്തിൽ നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് നമുക്ക് സൂപ്പർവൈസ്ഡ് മെത്തേഡ്സിനെ പറ്റി നോക്കാം. സൂപ്പർവൈസ്ഡ് മെത്തേഡ്സ്, ഇവിടെ ഔട്ട്ലെയർ ഡിറ്റക്ഷനെ മോഡൽ ചെയ്തിരിക്കുന്ന ഒരു ക്ലാസിഫിക്കേഷൻ പ്രോബ്ലമായിട്ടാണ്. ഡൊമൈൻ എക്സ്പെർട്സ് സാമ്പിളിനെ എക്സാമിൻ ചെയ്യുന്നു. ഇതിനെ ട്രെയിൻ ചെയ്യുകയും ടെസ്റ്റ് ചെയ്യുകയും ചെയ്യുന്നു ഈ ഡൊമൈൻ എക്സ്പെർട്സ്. മെത്തേഡ്സ് ഫോർ ലേണിംഗ് എ ക്ലാസിഫയർ ഫോർ ഔട്ട്ലെയർ ഡിറ്റക്ഷൻ എഫക്റ്റീവ്ലി. അപ്പം ഈ ഒരു ക്ലാസിഫയർ ഈ ഔട്ട്ലെയർസിനെയൊക്കെ ഡിറ്റക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള ക്ലാസിഫയർ ലേണിംഗ് ചെയ്യാൻ ഏതൊക്കെ രീതിയിൽ നമുക്ക് ലേൺ ചെയ്യാം എന്നതിനെപ്പറ്റി നമുക്ക് നോക്കാം അടുത്തതായിട്ട്. അപ്പോൾ രണ്ട് രീതിയിൽ നമുക്ക് മാച്ച് ചെയ്യാൻ വേണ്ടി പറ്റും. അതായത് ഇപ്പോൾ നമുക്ക് നോർമൽ ഒബ്ജക്ട്സ്, ആ നോർമൽ ഒബ്ജക്ട്സിൻ്റെ പ്രോപ്പർട്ടീസ് അതിനെ വെച്ച് നമ്മൾ ഒരു മോഡൽ ഉണ്ടാക്കി, എന്നിട്ട് ആ പർട്ടിക്കുലർ മോഡലിൽ സാറ്റിസ്ഫൈ ചെയ്യാത്ത അല്ലെങ്കിൽ മാച്ച് ചെയ്യാത്ത വരുന്ന എല്ലാ ഡേറ്റ ഒബ്ജക്ട്സിലും ഔട്ട്ലെയർ ഡേറ്റ ഒബ്ജക്റ്റായിട്ട് നമുക്ക് പറഞ്ഞ് നമുക്ക് അങ്ങനെ ഔട്ട്ലെയർ ഡിറ്റക്റ്റ് ചെയ്യാം. ഇല്ലെങ്കിൽ നമുക്ക് ഔട്ട്ലെയർ ഡേറ്റ ഒബ്ജക്ട്സ് അതിൻ്റെ ഒരു മോഡൽ ഉണ്ടാക്കാം. അതായത് അതിൻ്റെ പ്രോപ്പർട്ടീസൊക്കെ വെച്ച് ഒക്കെ സ്പെസിഫൈ ചെയ്യുന്ന മോഡൽ. അപ്പം ആ പർട്ടിക്കുലർ മോഡൽ സാറ്റിസ്ഫൈ അല്ലെങ്കിൽ മാച്ച് ചെയ്യാത്ത ഡേറ്റ ഒബ്ജക്ട്സ് വന്നു കഴിഞ്ഞാൽ നമുക്ക് അതിനെയൊക്കെ നോർമൽ ഒബ്ജക്ട്സ് എന്ന് കൺസിഡർ ചെയ്യാം. അപ്പോൾ അങ്ങനെ നമുക്ക് ഔട്ട്ലെയർ ഡിറ്റക്ഷനൊക്കെ പെർഫോം ചെയ്യാൻ വേണ്ടി പറ്റും. പക്ഷെ എങ്ങനെയൊക്കെ പെർഫോം ചെയ്താലും ഈ സൂപ്പർവൈസ്ഡ് മെത്തേഡിൽ വരുന്ന ചലഞ്ച് എന്ന് പറയുന്നത് ഇംബാലൻസ്ഡ് ക്ലാസ്സസ് ആണ്. അതായത് എന്തൊക്കെ പറഞ്ഞാലും ഒരു വലിയ ഡേറ്റ ഒബ്ജക്റ്റിൻ്റെ സെറ്റിൻ്റെ അകത്ത് ഔട്ട്ലെയേഴ്സ് അല്ലെങ്കിൽ ആ നോർമൽ ഒബ്ജക്ട്സിൽ നിന്ന് വരുന്ന ഡീവിയേറ്റഡ് ആയിട്ടുള്ള ഡേറ്റ ഒബ്ജക്ട്സ് അല്ല ഔട്ട്ലെയേഴ്സ് എന്ന് പറയുന്നത്, അവയെല്ലാം വളരെ കുറവായിരിക്കും അല്ലേ. അപ്പോൾ ഔട്ട്ലെയർ ഡിറ്റക്ഷൻ്റെ അകത്ത് സൂപ്പർവൈസ്ഡ് മെത്തേഡ്സ് ഉപയോഗിച്ച് നമ്മൾ ചെയ്യുകയാണെങ്കിലും അവിടെ നോർമൽ ഒബ്ജക്ട്സിനേക്കാളും ഔട്ട്ലെയർ ആയിട്ടുള്ള ഒബ്ജക്ട്സിൽ വളരെ കുറവായിട്ട് വരും. അപ്പോൾ നമുക്ക് ഡിറ്റക്റ്റ് ചെയ്യാനും വളരെ ബുദ്ധിമുട്ടായിട്ട് വരും. അപ്പം ഈ പ്രോബ്ലം മാറ്റാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും, ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ഔട്ട്ലെയേഴ്സിനെ ഈ ഡേറ്റ സെറ്റിലേക്ക് ഒരുപാട് ആഡ് ചെയ്ത് കൊടുക്കും. അങ്ങനെ നമുക്ക് ഈ ചലഞ്ച് മാറ്റാം. അടുത്ത മെത്തേഡ് ഔട്ട്ലെയർ ഡിറ്റക്ഷൻ അൺസൂപ്പർവൈസ്ഡ് മെത്തേഡ്. ഇവിടെ എന്താ പറയുന്നത്, ഇവിടെ നോർമൽ ഒബ്ജക്ട്സിനെ ഏകദേശം ക്ലസ്റ്റർ ചെയ്യുന്നു മൾട്ടിപ്പിൾ ഗ്രൂപ്പ്സ് ആയിട്ട്, അതിൻ്റെ ഓരോന്നിൻ്റെയും ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള ഫീച്ചേഴ്സിൻ്റെ ബേസിസിൽ. ഇവിടെ ഔട്ട്ലെയർ എന്ന് കൺസിഡർ ചെയ്യുന്നത് അതായത് അതായത് ഓരോ ഒബ്ജക്ട്സിനെയും പല ഗ്രൂപ്പായിട്ട് കൺസിഡർ ചെയ്തല്ല, ആ ഗ്രൂപ്പിലുള്ള ഓരോ ഒബ്ജക്ട്സിൽ നിന്നും അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സിനേക്കാളും മാറി നിൽക്കുന്ന ക്യാരക്ടറിസ്റ്റിക്സ് ഉള്ള ഡേറ്റ ഒബ്ജക്ട്സ് ഇല്ലേ, അപ്പോൾ ആ ഡേറ്റ ഒബ്ജക്ട്സിനെ ഇവിടെ ഔട്ട്ലെയർ ആയിട്ട് അവർ കൺസിഡർ ചെയ്യും. അപ്പോൾ ഈ ഇത്തരത്തിലുള്ള അൺസൂപ്പർവൈസ്ഡ് മെത്തേഡ്സിൻ്റെ വീക്ക്നെസ് എന്ന് പറഞ്ഞാൽ ഔട്ട്ലെയർ കളക്റ്റീവ് ഡിറ്റക്റ്റ് ചെയ്യാനായിട്ട് വളരെ ബുദ്ധിമുട്ടാണ്. അതായത് ഇപ്പോൾ നോർമൽ ഒബ്ജക്ട്സ് അവർ ചിലപ്പോൾ സ്ട്രോങ് പാറ്റേൺസ് ഷെയർ ചെയ്യണമെന്ന് ഉണ്ടാവില്ല. എല്ലാവർക്കും ഒരേ പാറ്റേൺ ആകണമെന്നില്ല. നോർമൽ ഒബ്ജക്ട്സ് എല്ലാവരും അച്ചടിച്ച പോലെ ഒരേപോലെ ഇരിക്കണമെന്ന് നിർബന്ധമില്ല. വേരിയേഷൻസ് ഉള്ള നോർമൽ ഒബ്ജക്ട്സ് ആയിരിക്കാം, പക്ഷെ അവരുടെ ഔട്ട്ലെയേഴ്സ് ആയിരിക്കത്തില്ല, നോർമൽ ഒബ്ജക്ട്സ് തന്നെ ആയിരിക്കും. പക്ഷെ അതിന് അവർ ഷെയർ ചെയ്യുന്ന സ്ട്രോങ് ആയിട്ടുള്ള പാറ്റേൺസ് ഉണ്ടാവുകയില്ല. എന്നാൽ കളക്റ്റീവായിട്ടുള്ള പാറ്റേൺ ഔട്ട്ലെയേഴ്സ് ചിലപ്പം ഹൈ സിമിലാരിറ്റി കാണിച്ചെന്നും ഇരിക്കും. അപ്പോൾ എന്ത് പറ്റും, ഈ ഔട്ട്ലെയർ നോർമൽ ഒബ്ജക്റ്റ് ആണെന്നും നോർമൽ ഒബ്ജക്റ്റിനെ ഔട്ട്ലെയർ ആണെന്നും തെറ്റായിട്ട്
ഡിറ്റക്റ്റ് ചെയ്യാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അതായത് ഇപ്പം ചില ഇൻട്രൂഷൻ അല്ലെങ്കിൽ വൈറസ് ഡിറ്റക്ഷനിലൊക്കെ നോർമൽ ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത് ഡൈവേഴ്സ് ആണ്. അൺസൂപ്പർവൈസ്ഡ് മെത്തേഡ്സിന് ഹൈ ഫോൾസ് പോസിറ്റീവ് റേറ്റ് ആണ്, ബട്ട് സ്റ്റിൽ മിസ് മെനി റിയൽ ഔട്ട്ലേയേഴ്സ്. അപ്പോൾ ഫോൾസ് പോസിറ്റീവ് റേറ്റ് കൂടുതലാണ്, അതുപോലെ തന്നെ പല റിയൽ ഔട്ട്ലേയേഴ്സിനെ മിസ്സാകുകയും ചെയ്യും. അതായത് എന്താ പറയുന്നത്, ഈ അൺസൂപ്പർവൈസ്ഡ് മെത്തേഡ്സ് ഉപയോഗിക്കുന്ന നേരത്ത് പല ഔട്ട്ലേയേഴ്സ്, അത് ഔട്ട്ലേയേഴ്സ് ആയിട്ടുള്ള ഡേറ്റ ഒബ്ജക്റ്റ് ആയിരിക്കും, പക്ഷെ അത് ഗ്രൂപ്പ് കളക്റ്റീവായിട്ടുള്ള ഔട്ട്ലേയേഴ്സ് ആയതുകൊണ്ട്, ഗ്രൂപ്പായിട്ട് നിൽക്കുന്ന ഔട്ട്ലേയേഴ്സ് ആയതുകൊണ്ട് അത് ഇവർ എന്ത് ചെയ്യും, അൺസൂപ്പർവൈസ്ഡ് മെത്തേഡ് ഉപയോഗിച്ചാണ് ഡിറ്റക്റ്റ് ചെയ്യുന്നത് ഔട്ട്ലെയർ എങ്കിൽ അതിനെ നോർമൽ ഒബ്ജക്റ്റ് ആയിട്ട് ചിലപ്പം ഡിറ്റക്റ്റ് ചെയ്തിരിക്കും. അത് നോർമൽ ഒബ്ജക്റ്റിന് പിന്നെ ഔട്ട്ലെയർ ആയിട്ട് ഡിറ്റക്റ്റ് ചെയ്തിരിക്കും. അപ്പോൾ ഹൈ ഫാൾസ് പോസിറ്റീവ് റേറ്റ് മാത്രമല്ല പല റിയൽ ആയിട്ടുള്ള ഔട്ട്ലെയേഴ്സിനെയും കാണാതെ പോവുകയും ചെയ്യും. അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ സൂപ്പർവൈസ്ഡ് മെത്തേഡ്സ് ആണ് മോർ എഫക്റ്റീവ് എന്ന് പറയുന്നത്. കാരണം പല കീ റിസോഴ്സുകളെയും ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി പറ്റും. ഐഡൻറ്റിഫൈ അറ്റാക്കിങ് സം കീ റിസോഴ്സസ്. പലതരത്തിലുള്ള ക്ലസ്റ്റേർഡ് മെത്തേഡ്സ് അഡാപ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റും അൺസൂപ്പർവൈസ്ഡ് മെത്തേഡ്സിന് വേണ്ടിയിട്ട്. ഫൈൻഡ് ക്ലസ്റ്റേഴ്സ് ദെൻ ഔട്ട്ലേയേഴ്സ് നോട്ട് ബിലോങ് ടു എനി ക്ലസ്റ്റർ. ഇവിടെ എന്താ ചെയ്യുന്നത്, അതായത് ആദ്യം ക്ലസ്റ്റേഴ്സ് കണ്ടുപിടിക്കും, ആദ്യം ഗ്രൂപ്പ് ചെയ്യും ഈ ഡേറ്റ ഒബ്ജക്ട്സിനെ, എന്നിട്ട് ആ ക്ലസ്റ്ററിൽ പെടാത്ത ഡേറ്റ ഒബ്ജക്ട്സിനെ ഔട്ട്ലെയർ ആയിട്ട് കൺസിഡർ ചെയ്യും. പിന്നെ അൺസൂപ്പർവൈസ്ഡ് മെത്തേഡിൽ വന്ന പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ആദ്യത്തെ പ്രോബ്ലം എന്ന് പറയുന്നത് ഈ ഔട്ട്ലെയേഴ്സിൽ നോയ്സ് വന്നാൽ ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ വളരെ പാടാണ്. രണ്ടാമത്തെ പ്രോബ്ലം എന്ന് പറയുന്നത് കോസ്റ്റ്ലി, കാരണം കോസ്റ്റ്ലി സീൻസ് ഫസ്റ്റ് ക്ലസ്റ്ററിങ് ബട്ട് ഫാർ ലെസ് ഔട്ട്ലേഴ്സ് ദാൻ നോർമൽ ഒബ്ജക്ട്സ്. അടുത്ത മെത്തേഡാണ് സെമി സൂപ്പർവൈസ്ഡ് മെത്തേഡ്. അപ്പോൾ ഇവിടെ എന്താ പറയുന്നത്, പല ആപ്ലിക്കേഷൻസ് ഉണ്ട്. ഇവിടെ ലേബിൾഡ് ആയിട്ടുള്ള ഡേറ്റയുടെ എണ്ണം എന്ന് പറയുന്നത് വളരെ സ്മോൾ ആയിരിക്കും. ലേബിൾസ് ചിലപ്പം ഔട്ട്ലേഴ്സ് ആവാം, ഇല്ലെങ്കിൽ നോർമൽ ഒബ്ജക്ട്സ് ആവാം, ഇല്ലെങ്കിൽ ഔട്ട്ലേഴ്സ് നോർമൽ ഒബ്ജക്ട്സും കൂടെ ഒരുമിച്ചുള്ളതാവാം. സെമി സൂപ്പർവൈസ്ഡ് ഔട്ട്ലെയർ ഡിറ്റക്ഷൻ, ഇവിടെ ചിലപ്പം സം ലേബിൾഡ് നോർമൽ ഒബ്ജക്ട്സ് അവൈലബിൾ ആണ്. അപ്പോൾ ഈ ലേബിൾഡ് ആയിട്ടുള്ള എക്സാമ്പിൾസ് ഉപയോഗിച്ചിട്ട് അൺലേബിൾഡ് ആയിട്ടുള്ള ഒബ്ജക്ട്സുകളൊക്കെ ഏത് മോഡലിലാണ് ഇരിക്കുന്നത് എന്നൊക്കെ ഫൈൻഡ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ഒരു നോർമൽ ആയിട്ടുള്ള ഒബ്ജക്ട്സ് എൻ്റെ ഒരു മോഡൽ ക്രിയേറ്റ് ചെയ്തു. എൻ്റെ ആ നോർമൽ ഒബ്ജക്റ്റിൻ്റെ ആ മോഡലിൽ ഫിറ്റ് ചെയ്യാത്ത ഔട്ട്ലേഴ്സിനെ, ഫിറ്റ് ചെയ്യാത്ത നോർമൽ ഒബ്ജക്ട്സിനെ, ഡേറ്റ ഒബ്ജക്ട്സിനെ അവയെ നമ്മൾ ഔട്ട്ലേഴ്സ് ആയിട്ട് ഡിറ്റക്റ്റ് ചെയ്യുന്നു. അപ്പം എന്താ പറയുന്നത്, ഇഫ് സം ലേബിൾഡ് നോർമൽ ഒബ്ജക്ട്സ് ആർ അവൈലബിൾ, ചില ലേബിൾഡ് ആയിട്ടുള്ള നോർമൽ ഒബ്ജക്ട്സ് അവൈലബിൾ ആണെങ്കിൽ ലേബിൾഡ് ആയിട്ടുള്ള എക്സാമ്പിൾസ് ഉപയോഗിക്കുന്നു, എന്നിട്ട് പ്രോക്സിമേറ്റ് ചെയ്യുന്നു അൺലേബിൾഡ് ഒബ്ജക്ട്സിനെ. എന്ത് ചെയ്യാൻ വേണ്ടിയാണ്, ട്രെയിൻ ചെയ്യാൻ എ മോഡൽ ഫോർ നോർമൽ ഒബ്ജക്ട്സ്. എന്നിട്ട് എന്താ പറയുന്നത്, നോർമൽ ഒബ്ജക്ട്സിൻ്റെ മോഡൽ ഫിറ്റ് ചെയ്യാത്ത ഒബ്ജക്ട്സിനെ ഔട്ട്ലെയർ ആയിട്ട് ഡിറ്റക്റ്റ് ചെയ്യുന്നു. ഇനി ചില കേസ് ഉണ്ട്, സം ലേബിൾഡ് ആയിട്ടുള്ള ഔട്ട്ലെയേഴ്സ് അവൈലബിൾ ആണ്. ഇവിടെ സ്മോൾ നമ്പർ ഓഫ് ലേബിൾഡ് ഔട്ട്ലെയേഴ്സ് ചിലപ്പം പോസിബിൾ ആയിട്ടുള്ള എല്ലാ ഔട്ട്ലേഴ്സിനെയും കവർ ചെയ്യണമെന്നില്ല. അപ്പോൾ ഔട്ട്ലെയർ ഡിറ്റക്ഷൻ്റെ ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നോർമൽ ഒബ്ജക്ട്സിൻ്റെ മോഡലിൽ നിന്നും ഹെൽപ്പ് നേടാൻ വേണ്ടി പറ്റും ഫ്രം അൺസൂപ്പർവൈസ്ഡ് മെത്തേഡ്സ്. അടുത്ത മെത്തേഡാണ് പ്രോക്സിമിറ്റി ബേസ്ഡ് മെത്തേഡ്. ഇതിൻ്റെ മെത്തേഡ് എന്താണ്, ഒരു പർട്ടിക്കുലർ ഒബ്ജക്റ്റ്, ആ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് ഔട്ട്ലെയർ ആകണമെങ്കിൽ അതിൻ്റെ തൊട്ടടുത്തുള്ള ആ പർട്ടിക്കുലർ ഒബ്ജക്റ്റിൻ്റെ തൊട്ടടുത്തുള്ള ഒബ്ജക്റ്റ് എന്ന് പറയുന്നത്, അതായത് അതിൻ്റെ ഏറ്റവും അടുത്ത നിയറസ്റ്റ് നൈബർ എന്ന് പറയുന്നത് ഫാർ അവേ ആയിരിക്കണം. അപ്പോൾ എന്താ പറയുന്നത്, ഒരു പർട്ടിക്കുലർ ഒബ്ജക്റ്റിൻ്റെ പ്രോക്സിമിറ്റി അതെന്ന് പറഞ്ഞാൽ സിഗ്നിഫിക്കൻ്റ്ലി ഡീവിയേറ്റ് ചെയ്യണം ഫ്രം പ്രോക്സിമിറ്റി ഓഫ് മോസ്റ്റ് ഓഫ് ദി അതർ ഒബ്ജക്റ്റ് ഇൻ സെയിം ഡേറ്റ സെറ്റ്. സെയിം ഡേറ്റ സെറ്റിലുള്ള ബാക്കിയുള്ള മറ്റു പല ഒബ്ജക്ട്സിൻ്റെയും പ്രോക്സിമിറ്റിയിൽ നിന്നും വളരെ ഡീവിയേറ്റ് ചെയ്ത് നിൽക്കണം.
ഈ പർട്ടിക്കുലർ ഒബ്ജക്റ്റിൻ്റെ പ്രോക്സിമിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ എന്താ പറയുന്നത്? ആൻ ഒബ്ജക്റ്റ് ഈസ് എൻ ഔട്ട്ലെയർ ഇഫ് ദ നിയറസ്റ്റ് നൈബർ ഓഫ് ദി ഒബ്ജക്ട്സ് ആർ ഫാർ എവേ. The proximity of the object is significantly deviates from the proximity of most of the other objects in the same data set. അപ്പം ഈ റൈറ്റിലുള്ള ഈ ഫിഗർ എന്ന് പറയുന്നത് മോഡൽ ചെയ്യുന്നു പ്രോക്സിമിറ്റി ഓഫ് എ ഒബ്ജക്റ്റ് യൂസിങ് 3 നിയറസ്റ്റ് നൈബേഴ്സ്. അപ്പോൾ എന്താ ഇവിടെ പറയുന്നത്? R എന്ന് പറയുന്ന റീജിയനിലുള്ള ഒബ്ജക്ട്സ് എന്ന് പറയുന്നത് സബ്സ്റ്റൻഷ്യലി ഡിഫറെൻറ്റ് ആണ് ഡേറ്റ സെറ്റിലുള്ള ബാക്കിയുള്ള ഒബ്ജക്ട്സിൽ നിന്നും. അപ്പോൾ എന്താ പറയുന്നത്? R എന്ന് പറയുന്ന സ്ഥലത്തുള്ള ഒബ്ജക്ട്സ് എന്ന് പറയുന്നത് ഔട്ട്ലയേഴ്സ് ആണെന്ന് പറയാം. അപ്പോൾ ഒരു പ്രോക്സിമിറ്റി ബേസ്ഡ് മെത്തേഡിൻ്റെ എഫക്റ്റീവ്നെസ് എപ്പോഴാണ് കൂടുന്നത്? പ്രോക്സിമിറ്റി മെഷറിനെ ബേസ് ചെയ്തിട്ടാണ്. ചില ആപ്ലിക്കേഷൻസിലൊക്കെ പ്രോക്സിമിറ്റി അല്ലെങ്കിൽ ഡിസ്റ്റൻസ് മെഷർ എന്ന് പറയുന്നത് നമുക്ക് എളുപ്പത്തിൽ ഒബ്റ്റെയിൻ ചെയ്യാൻ വേണ്ടി പറ്റുകയില്ല. മാത്രമല്ല ചില സമയത്ത് ഡിഫിക്കൽറ്റി ഉണ്ടാകും ഗ്രൂപ്പ് ഓഫ് ഔട്ട്ലയേഴ്സിനെ ഫൈൻഡ് ചെയ്യുന്നതിന്. ഇത് പരസ്പരം ക്ലോസ് ആയിട്ട് നിൽക്കുന്നു. 2 മേജർ ടൈപ്പ് ഓഫ് പ്രോക്സിമിറ്റി ബേസ്ഡ് ഔട്ട്ലേ ഡിറ്റക്ഷൻസ് ആണ് ഡിസ്റ്റൻസ് ബേസ്ഡും ഡെൻസിറ്റി ബേസ്ഡും. ഇനി അടുത്ത ഒരു മെത്തേഡാണ് ക്ലസ്റ്ററിംഗ് ബേസ്ഡ് മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ എന്താ പ്രത്യേകത? നോർമൽ ആയിട്ടുള്ള ഡേറ്റ ഒബ്ജക്റ്റ് ലാർജ് അതുപോലെ ഡെൻസ് ആയിട്ടുള്ള ക്ലസ്റ്റേഴ്സിലായിരിക്കും ബിലോങ് ചെയ്യുന്നത്. എന്നാൽ ഔട്ട്ലയേഴ്സ് ബിലോങ് ചെയ്യുന്നത് സ്മോൾ അല്ലെങ്കിൽ സ്പേഴ്സ് ആയിട്ടുള്ള ക്ലസ്റ്റേഴ്സിലായിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ ക്ലസ്റ്റേഴ്സിൽ ബിലോങ് ചെയ്യത്തേയില്ല. അപ്പോൾ ഈ ഫിഗറിൽ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ 2 ക്ലസ്റ്റേഴ്സ് ഉണ്ട്. R എന്ന് പറയുന്ന സ്ഥലത്ത് അല്ലാത്ത പോയിന്റ്സുകളെല്ലാം ലാർജ് ക്ലസ്റ്ററാണ് അല്ലേ? ഇതൊരു ലാർജ് ക്ലസ്റ്ററാണ്. എന്നാൽ 2 പോയിന്റ് ഉണ്ട് R, ഇതെന്ന് പറഞ്ഞാൽ ടൈനി ക്ലസ്റ്ററാണ്. അപ്പോൾ എന്ത് പറയും? ഇതെന്ന് പറയുന്ന നോർമൽ ഡേറ്റ ഒബ്ജക്ട്സ് അടങ്ങുന്ന ഒരു ക്ലസ്റ്റർ ആണെന്നും ഇതെന്ന് പറയുന്ന ഔട്ട്ലയേഴ്സ് ആണെന്ന് നമുക്കിവിടെ പറയാം. അപ്പോൾ പലതരത്തിലുള്ള ക്ലസ്റ്ററിംഗ് മെത്തേഡ്സ് ഉണ്ട്. അതുപോലെ തന്നെ പലതരത്തിലുള്ള ക്ലസ്റ്ററിംഗ് ബേസ്ഡ് ഔട്ട്ലേ ഡിറ്റക്ഷൻ മെത്തേഡ്സും ഉണ്ട്. ക്ലസ്റ്ററിംഗ് എന്ന് പറയുന്നത് എക്സ്പെൻസീവ് ആണ്. ഔട്ട്ലേ ഡിറ്റക്ഷന് വേണ്ടിയിട്ട് നമ്മൾ സ്ട്രെയിറ്റ് ഫോർവേഡ് അഡാപ്ഷൻ ഓഫ് എ ക്ലസ്റ്ററിംഗ് മെത്തേഡ് ഉപയോഗിക്കുകയാണെങ്കിൽ അത് ഭയങ്കര കോസ്റ്റ്ലി ആയിരിക്കും. അതുമാത്രമല്ല ലാർജ് ഡേറ്റ സെറ്റുകൾ ഉണ്ടെങ്കിൽ അത് ഒരിക്കലും സ്യൂട്ടബിൾ ആയിരിക്കില്ല അതിന് വേണ്ടിയിട്ട്. അടുത്ത ഒരു മെത്തേഡാണ് സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പോൾ സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ് അല്ലെങ്കിൽ സ്റ്റാറ്റിസ്റ്റിക്കൽ അപ്രോച്ച് ഇവിടെ എന്താ ചെയ്യുന്നത്? അസ്യൂം ചെയ്യുന്നു ഡേറ്റ സെറ്റിലുള്ള ഒബ്ജക്ട്സ് എല്ലാം ജനറേറ്റ് ചെയ്യപ്പെട്ടത് ഒരു സ്റ്റൊക്കാസ്റ്റിക് പ്രോസസ്സ് അല്ലെങ്കിൽ ഒരു ജനറേറ്റീവ് മോഡലിൽ ബേസ് ചെയ്തിട്ടാണെന്ന് നമ്മളിവിടെ അസ്യൂം ചെയ്യുന്നു. ഒരു ജനറൽ മോഡൽ നമ്മൾ ലേൺ ചെയ്യുന്നു, ഒരു ഗിവൺ ഡേറ്റ സെറ്റ് ഫിറ്റ് ചെയ്യുന്നു. എന്നിട്ട് ലോ പ്രോബിലിറ്റി റീജിയൺ ഓഫ് മോഡലുള്ള ഒബ്ജക്ട്സിനെ ഐഡൻറ്റിഫൈ ചെയ്യുന്നു. എന്നിട്ട് ഈ ലോ പ്രോബിലിറ്റി റീജിയൺ ഓഫ് മോഡലിനെ നമ്മൾ ഔട്ട്ലയേഴ്സ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നു. അപ്പോൾ ഈ മെത്തേഡ്സ് നമുക്ക് 2 ആയിട്ട് ഡിവൈഡ് ചെയ്യാം അല്ലെങ്കിൽ ക്ലാസിഫൈ ചെയ്യാം. പാരാമെട്രിക് എന്നും നോൺ പാരാമെട്രിക് എന്നും. പാരാമെട്രിക് മെത്തേഡ് അസ്യൂം ചെയ്യുന്നു നോർമൽ ഡേറ്റ അസ്യൂം ചെയ്യുന്നത് നോർമൽ ഡേറ്റ ജനറേറ്റ് ചെയ്യുന്നത് ബൈ പാരാമെട്രിക് ഡിസ്ട്രിബ്യൂഷൻ വിത്ത് പാരാമീറ്റർ തീറ്റ വെച്ചിട്ടാണെന്ന്. അപ്പോൾ പാരാമെട്രിക് ഡിസ്ട്രിബ്യൂഷൻ ആയിട്ടുള്ള എഫ് ഓഫ് എക്സ് തീറ്റ അതിൻ്റെ പാരാമെട്രിക് പ്രോബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ എന്ന് പറയുന്നത് ആ ഡിസ്ട്രിബ്യൂഷൻ മൂലം ജനറേറ്റ് ചെയ്യപ്പെടുന്ന ഒബ്ജക്റ്റ് എക്സിൻ്റെ പ്രോബിലിറ്റിയാണ് ഗിവ് ചെയ്യുന്നത്. അപ്പോൾ വാല്യൂ ചെറുതാണെങ്കിൽ എക്സിൻ്റെ ഔട്ട്ലയർ ആകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. നോൺ പാരാമെട്രിക് മെത്തേഡ് ഇത് ഒരു പ്രയോറി സ്റ്റാറ്റിസ്റ്റിക്കൽ മോഡൽ അസ്യൂം ചെയ്യുകയില്ല. മാത്രമല്ല ഇൻപുട്ട് ഡേറ്റയിൽ നിന്ന് മോഡൽ ഡിറ്റർമിൻ ചെയ്യുമില്ല. ഈ നോൺ പാരാമെട്രിക് മെത്തേഡ് പ്രയോറി സ്റ്റാറ്റിസ്റ്റിക്കൽ മോഡൽ അസ്യൂം ചെയ്യുകയുമില്ല, ഇൻപുട്ട് ഡേറ്റയിൽ നിന്നും മോഡൽ ഡിറ്റർമിൻ ചെയ്യുകയില്ല. ഇത് എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി പാരാമീറ്റർ ഫ്രീ അല്ല, പക്ഷേ കൺസിഡർ ചെയ്യുന്നു നമ്പർ ആൻഡ് നേച്ചർ ഓഫ് ദി പാരാമീറ്റർ എന്ന് പറയുന്നത് ഫ്ലെക്സിബിൾ ആണ് ആൻഡ് നോട്ട് ഫിക്സ്ഡ് ഇൻ അഡ്വാൻസ്. അപ്പോൾ ഇതിൻ്റെ എക്സാമ്പിൾസ് ആണ് ഹിസ്റ്റോഗ്രാമും കേർണൽ ഡെൻസിറ്റി എസ്റ്റിമേഷൻസും.